നെയ്യാറ്റിൻകര തൊഴുക്കൽ പ്രദേശത്ത് വീടുകളിൽ അതിക്രമിച്ച് കയറുകയും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ചെമ്പരത്തിവള സ്വദേശി അനീഷാണ് പ്രദേശത്ത് പരാക്രമമുണ്ടാക്കിയത്. യുവാക്കളെ മർദ്ദിച്ചതിന് പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ കയറിയെന്ന വിചിത്രവാദവും അനീഷ് ഉയർത്തിയിരുന്നു. ഇന്നലെ രാത്രി 12:30യോടെയാണ് ചെമ്പരത്തിവള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ 3 വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തത്. വീട്ടിലെ യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇയാളുടെ മർദ്ദനമേറ്റ് 3 യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യാറ്റിൻകര പോലീസ് അനീഷിനെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. ആശുപത്രിയിലും ഇയാൾ അക്രമസക്തമായി പെരുമാറിയിരുന്നു. തുടർന്ന് പോലീസുമായി പിടിവലിയുണ്ടായതിന് പിന്നാലെ കൂടുതൽ അപകടകാരിയായി മാറുമെന്ന് കണക്കാക്കി ഇയാളുടെ കൈയും കാലും ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മാനസികരോഗ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം യുവാക്കളെ ഉപദ്രവിച്ചതിനും വാഹനങ്ങൾ കേടുവരുത്തിയതിനും നെയ്യാറ്റിൻകര പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അനീഷ് പ്രദേശത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് പ്രാഥമിക വിവരം. ഇദ്ദേഹത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.